തുടർഭരണം ഉണ്ടാവാനായിട്ടുള്ള എങ്ങനെയാ അത് നോക്കിക്കാണുന്നത്? സാധ്യതകളുണ്ടോ? എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെ ഇത് ഈ പറഞ്ഞതുപോലെ ഇവര് ഈ 2016 ശേഷം പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നരേറ്റീവ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സാധാരണ മനുഷ്യർ കാണുന്നുണ്ട്. അവർ പറഞ്ഞു വെക്കുന്ന, ഞാൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഈ ശബരിമല വിഷയം പോലും ചർച്ച ചെയ്യപ്പെടുന്ന കഴിഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ വിലക്കയറ്റം, ഇപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടി, ഞാനത് സമ്മതിക്കുന്നു, ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ആ 10 കൊല്ലത്തെ വിലക്കയറ്റത്തിൻ്റെ തോതൊന്ന് പഠിക്കണം, അതൊന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ നികുതിയിലുണ്ടായ വലിയ വർധനവ്, വെള്ളക്കരം, വൈദ്യുതിക്കരം ഉൾപ്പെടെ നമ്മുടെ വീട്ടുനികുതി അടക്കം കൂട്ടിയ ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 200 രൂപ തരുന്നത്, 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 200 രൂപ കൂട്ടിക്കൊടുത്ത് ഇത് ഈ ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു മോശപ്പെട്ട ജനാധിപത്യത്തിൽ ഒരു മോശപ്പെട്ട പ്രവണതയാണ് ഈ പറഞ്ഞ പോലെ ഒരു ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ കൊടുത്തുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ ബോധമില്ലായ്മയിലേക്ക് നാട് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയായിട്ട് ഇത് മാറുകയാണ്.